ഓരോ ബിസിനസ്സുകാരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ കാണും അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി. ഒരു മോട്ടിവേഷനും ഇല്ലാതെ ആരും തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ല. അത്തരത്തിൽ നിരവധി ആളുകൾക്ക് മോട്ടിവേഷൻ കിട്ടുന്ന പലതരത്തിലുള്ള സിനിമകളുണ്ട്. കാരണം ഓരോ സിനിമകൾ കണ്ടിട്ട് പ്രചോദനമേകി പല കാര്യങ്ങളും നേടിയെടുത്ത നിരവധി ആളുകളെ നമുക്കറിയാം. അത്തരത്തിൽ ഓരോ ബിസിനസ്സുമാനും അല്ലെങ്കിൽ കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും കണ്ടിരിക്കേണ്ട കുറച്ച് സിനിമകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത്. 2013 മാർട്ടിൻ കോഴ്സ സംവിധാനം ചെയ്ത് ഡിക്കാപ്രിയോ നായകനായി 2004 കഥ പറയുന്ന ഒരു ചിത്രമാണ് വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ്. ഈ ചിത്രത്തിൽ ഷെയർ മാർക്കറ്റുകളെ പറ്റിയും ഷെയർ മാർക്കറ്റിൽ സംഭവിക്കുന്ന അനന്തമായ സാധ്യതകളെ പറ്റിയും അതിലൂടെ എങ്ങനെ ഒരു കോടീശ്വരനാകാം എന്നുള്ള രീതിയെ പറ്റിയുള്ള വലിയൊരു കഥയാണ് സിനിമയിൽ പറയുന്നത്. ഡിക്കാപ്രിയോയുടെ അഭിനയത്തെ പറ്റി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. എന്നാൽ ഇദ്ദേഹം ഇതിനകത്ത് ഒരു സാധാരണ ബിസിനസ്സുകാരനെ പറ്റി അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതശൈലിയും അതിൽ പരം ഒരു കോടീശ്വരനാകുന്നതിന്റെ എക്സൈറ്റ്മെന്റും ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ സിനിമ കണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു കോടീശ്വരനാകാനുള്ള മോട്ടിവേഷൻ തീർച്ചയായിട്ടും ലഭിക്കും. പണം, പെണ്ണ്, ഡ്രഗ്സ് ഇതിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ സിനിമയിലൂടെ പറഞ്ഞു തരുന്നത്. എന്നാൽ പോലും ഈ സിനിമ ഒരു ബിസിനസ്സുകാരൻ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും റിസ്കിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും അല്ലെങ്കിൽ ആ റിസ്കിനകത്ത് എങ്ങനെ നിങ്ങൾക്ക് സമൃദ്ധമായി രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതെല്ലാം ഡിക്കാപ്രിയോ വളരെ രസകരമായി അഭിനയിച്ച് ഫലിപ്പിക്കുന്നുണ്ട്. അതിനു പുറമെ ഈ സിനിമയിൽ അത്യാവശ്യത്തിൽ അധികമായി തന്നെ ന്യൂഡിറ്റി കാണിക്കുന്നതും അതിൽ പരം MDMA പോലുള്ള മാരകമായ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതും സിനിമയുടെ ഒരു പോരായ്മയായി പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. കാരണം സിനിമയിൽ പക്കയായിട്ടും നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ പണത്തെ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ഒരു പുരുഷന്റെ പണസമ്പാദി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഏറ്റു കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് തിയേറ്ററിലൊക്കെ വളരെയധികം ഗംഭീര ഹിറ്റായിരുന്നു. ഡിക്കാപ്രിയോയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ 10 സ്ഥാനങ്ങളിൽ തന്നെ ഈ ഒരു സിനിമയും കാണും. അതുകൊണ്ട് തന്നെ ഓരോ ബിസിനസ്മാനും ഒരു തവണയെങ്കിലും ഈ പടം കണ്ടിരിക്കണം. അടുത്ത സിനിമയാണ് ഡിറ്റക്റ്റീവ് സിനിമകളുടെ തല എന്നറിയപ്പെടുന്ന ഡേവിഡ് ഫിഞ്ചർ അദ്ദേഹത്തിന്റെ സ്ഥിരം പാറ്റേണിൽ നിന്ന് മാറ്റി ചിന്തിച്ച ഒരു നല്ല സിനിമ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. JC എസൻബർഗും അതോടൊപ്പം തന്നെ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ അമേസിംഗ് സ്പൈഡർമാന്റെ നായകൻ ആൻഡ്രൂ ഗാർഫീൽഡുമാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ കോടീശ്വരൻ മാർക്ക് സുക്കർബർഗിന്റെ ജീവിതകഥ അല്ലെങ്കിൽ അദ്ദേഹം ഫേസ്ബുക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വരെയുള്ള ഒരു കഥയെ ആസ്പദമാക്കിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. സിനിമയിൽ എന്താണ് യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ മാർക്കിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈ ഗേൾ ഫ്രണ്ട് മാർക്കിനെ തേച്ചിട്ട് പോയപ്പോൾ അതിന്റെ സങ്കടത്തിൽ അവളെ എങ്ങനെ നാറ്റിക്കാം എന്നുള്ള ഒരു ഗവേഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ആ ഒരു ഗവേഷണത്തിൽ അദ്ദേഹം സ്വന്തമായിട്ട് ഒരു പൈത്തൺ കോഡൊക്കെ നിർമ്മിക്കുകയും അതുവഴി ഗൂഗിളിൽ ഒരു പ്രമുഖ നടിയെയും ഈ കാമുകിനെ ഉപയോഗിച്ചുള്ള ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് അനാവശ്യമായ ഒരു കാര്യം ചെയ്തു. അത് സിനിമ കാണുന്നവർക്ക് മനസ്സിലാകും. അപ്പോൾ അത്തരത്തിൽ ചെയ്യുകയും ഒറ്റ രാത്രി കൊണ്ട് ആ പെൺകുട്ടിയെ നാറ്റിക്കാൻ പറ്റുന്ന രീതിയിൽ നാറ്റിക്കുകയും ചെയ്തു. ഒരു പരിധിവരെ മോശമാണെങ്കിൽ പോലും സിനിമയിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു ഇന്നോവേറ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ പൈത്തൺ കോഡും അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് 2 യുവാക്കൾ ചേർന്ന് നിർമ്മിച്ച ഒരു പൈത്തൺ കോഡ് ഇപ്പോൾ ലോകമാസകലം ഉപയോഗിക്കുമ്പോൾ അതേസമയം തന്നെ മറ്റു കുറെ യുവാക്കൾ പാർട്ടിയും പബ്ബും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട സമയവും വെറുതെ ചെലവഴിച്ച് കളയുകയാണ്. സിനിമയുടെ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. നിങ്ങൾ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തന്നെ നിർമ്മിച്ചെടുക്കാനും അല്ലെങ്കിൽ വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കോടീശ്വരനാകാൻ കഴിയുന്ന സ്കില്ല് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ടെന്നാണ്. അടുത്ത സിനിമയാണ് ഡാനിയൽ ബോയ്ലി സംവിധാനം ചെയ്ത് മൈക്കിൾ ഫാസ്ബെൻഡർ അഭിനയിച്ച സ്റ്റീവ് ജോബ്സ് എന്ന സിനിമ. സ്റ്റീവ് ജോബ്സ് എന്ന സിനിമ സ്റ്റീവ് ജോബ്സിന്റെ കഥ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ആപ്പിൾ എന്ന ബ്രാൻഡ് എങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നു എന്നുള്ളതുമാണ് സിനിമയുടെ ഇതിവൃത്തം. ഈ ഒരു സിനിമയിലെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സീനുണ്ട്. ആപ്പിളിന്റെ എല്ലാം തകർന്ന ഒരു അവസ്ഥയിലെത്തുന്ന സമയത്ത് കൂടെ നിന്നവർ എല്ലാവരും ഇട്ടിട്ട് പോയ സമയത്തും 4-5 ദിവസം ഉറക്കമൊഴിച്ച് അധ്വാനിച്ച് അദ്ദേഹം ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, ഐപോഡാണത്. എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ സ്വീകരിച്ച ഐപോഡ് ഇന്ത്യയിലടക്കം നിരവധി ആളുകൾ മേടിക്കുകയും അത് വലിയൊരു ഇന്നോവേഷൻ ആവുകയും ചെയ്തിരുന്നു. ആ ഒരു ഇന്നോവേഷൻ മൂലം ആപ്പിൾ എന്ന ബ്രാൻഡ് വീണ്ടും വീണ്ടും ഉയർത്തിലെത്തുകയാണ്. ഇന്ന് ലോകത്ത് ആപ്പിളിനെ മാറ്റി നിർത്താൻ ഒരു കമ്പനിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഉയർത്തിക്കാട്ടേണ്ടതാണ്. ആ ഒരു കാര്യം തന്നെയാണ് സിനിമയിൽ ഫുള്ളായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ബിസിനസ്മാൻ എന്ന നിലയ്ക്ക് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ് ഇത്. അടുത്ത സിനിമയാണ് നമ്മുടെ മലയാളത്തിലെ 2020 പോലെയൊക്കെ ആഡം മാക്കെ സംവിധാനം ചെയ്തൊരു ചിത്രം. 2020 പോലെ എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
ഹോളിവുഡിലെ സൂപ്പർ താരങ്ങളാണ് സിനിമയ്ക്ക് വേണ്ടി അണിനിരുന്നത്. എന്നാൽ 2020 പോലെ അടിയോ ഇടിയും അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള കാര്യം ഈ സിനിമയിലില്ല. സിനിമയിൽ ഫുള്ളായിട്ട് പറയുന്നതും ഡ്രാമയാണ്, പ്യുവർ ഡ്രാമ. ഷെയർ മാർക്കറ്റുകളെ പറ്റിയും ഷെയർ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ബിസിനസ് തന്ത്രങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലെ പല കാര്യങ്ങളെ പറ്റിയും സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ ബെയിൽ, റയൻ ഗോസ്ലിംഗ്, ബ്രാഡ് പിറ്റ് എന്നിവരെല്ലാമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി അണിനിരുന്നത്. ഇവരുടെയൊക്കെ പേരുകൾ കേൾക്കുമ്പോഴേ ആരാധകർ അടക്കമുള്ളവർ തിയേറ്ററിലേക്ക് എത്തിയത് നല്ല ഇടിയും അതുപോലെ തന്നെ റൊമാൻസ് ഒക്കെ പ്രതീക്ഷിച്ചാണ്. എന്നാൽ സിനിമയുടെ ഇതിവൃത്തം ഫുള്ളായിട്ട് ഇത്തരത്തിലുള്ള ബിസിനസ് സംഭാഷണങ്ങളും അതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളുമായപ്പോഴും ആളുകൾ നിരാശപ്പെട്ടുവെങ്കിലും തിയേറ്ററുകളിൽ ഇത് ബ്ലോക്ക് ബസ്റ്ററാണ്. കാരണം ഒരു ബിസിനസ്മാൻ ആകുന്നതിൻ്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു മോട്ടിവേഷനും ഈ സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കും. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഈ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സിനിമയാണ്. ബിഗ് ഷോട്ട് ആണ് ആ സിനിമ. ബിഗ് ഷോട്ട് സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്നും കൂടെ പോയി കാണുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഈ സിനിമ. തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണയെങ്കിലും ഈ സിനിമ കാണണം. അടുത്ത സിനിമ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ പോലും എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. എന്റെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഈ സിനിമയ്ക്ക് വലിയ ബിസിനസ്സുകരമായ ഒരു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പോലും എല്ലാവർക്കും മൈൻഡ് റിലാക്സ് ആകാനും അതോടൊപ്പം തന്നെ ജീവിതത്തിനകം ഒരു മോട്ടിവേഷൻ കിട്ടാനും ഈ സിനിമ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹോളിവുഡിന്റെ സൂപ്പർ സ്റ്റാർ വിൽ സ്മിത്ത് ആണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിനയം അതോടൊപ്പം തന്നെ നമ്മുടെ കരാട്ടെ കിഡിലെ നായകൻ ജേഡൻ സ്മിത്തിന്റെ അഭിനയമെല്ലാം വളരെ ഗംഭീരമായിരുന്നു. ഗബ്രിയേൽ മുക്കീനയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ബിസിനസ് എന്ന് മാത്രമല്ല, നിങ്ങൾ എന്താഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് എങ്ങനെ നിങ്ങൾക്ക് കൈക്കൊള്ളാം എന്നതാണ് സിനിമയുടെ ഇതിവൃത്തം പറയുന്നത്. അല്ലെങ്കിൽ അത് എങ്ങനെയെല്ലാമാണ് മനസ്സിനകത്ത് ഉറപ്പിക്കുന്നത്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എത്ര മടുപ്പാണെങ്കിലും എത്ര പരാജയം വന്നാലും നിങ്ങൾ തുടർച്ചയായി ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സക്സസ് നിങ്ങളെ തേടിയെത്തത്തുള്ളൂ എന്നുള്ളതാണ് സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഈ പടം ഉൾപ്പെടുന്നുണ്ട്. മാത്രമല്ല നിരവധി അവാർഡുകൾ അടക്കം നേടിയിട്ടുള്ള ചിത്രം കൂടിയാണ് ഈ പടം. അടുത്ത ഒരു ചിത്രമാണ് നമ്മുടെ മണിരത്നം സംവിധാനം ചെയ്ത ഗുരു. മണിരത്നത്തിന്റെ ഗുരു എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അതിനകത്തെ ഐശ്വര്യയുടെയും അഭിഷേക് ബച്ചന്റെ റൊമാൻസ് ഒക്കെ ആയിരിക്കാം. എന്നാൽ സിനിമയിൽ പറയാതെ പറഞ്ഞു പോകുന്ന ഒരു കഥയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അംബാനിയുടെ കഥ തന്നെ. സിനിമയുടെ തുടക്കം തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ഭാഗ്യം കൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു സ്വത്തുക്കളൊക്കെ നേടിയെടുക്കുന്നതെന്നുള്ള രീതിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. എന്നാൽ അതിനുശേഷം നമ്മുടെ നായക കഥാപാത്രം മനസ്സിലാക്കുകയാണ് ഭാഗ്യം മാത്രമല്ല ബുദ്ധിപരമായ പല കളികളിലൂടെയുമാണ് സമ്പന്നനാകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം സിനിമ പറയാതെ പറയുന്നുണ്ട്. സിനിമയിൽ പ്രധാനമായിട്ടും മണിരത്നത്തിന്റെ സ്ഥിരം സ്റ്റൈലായ റൊമാൻസും പാട്ടും വിഷ്വൽസൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ചിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഇതിവൃത്തം ഉണ്ടെന്നുള്ളത് നമുക്ക് വളരെ ചുരുക്കമായിട്ട് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എന്നാൽ പോലും ഒരു ബിസിനസ്മാൻ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പടങ്ങളുടെ പേരിൽ മണിരത്നത്തെ ഈ പടവും ഉൾപ്പെടുന്നുണ്ട്. കണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു എന്റർടൈൻമെന്റും അതോടൊപ്പം തന്നെ ഒരു ബിസിനസ് മൈൻഡും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത സൂപ്പർ ഹിറ്റ് പടമാണ് തെലുങ്ക് സൂപ്പർ സ്റ്റാർ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മഹേഷ് ബാബു നായകനായി വന്ന പൂരി ജഗന്നാഥ് സംവിധാനം ചെയ്ത ബിസിനസ്മാൻ എന്ന ചിത്രം. പക്ക തെലുങ്ക് ഫാക്ടേഴ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള തെലുങ്ക് പടം തന്നെയാണിത്. എന്നാൽ പോലും ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചതിന് ശേഷം ഒരു വ്യക്തി സമ്പത്തിനെ എങ്ങനെ വിനിയോഗിക്കുന്നു ഇല്ലെങ്കിൽ അത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതെല്ലാമാണ് സിനിമയുടെ ഇതിവൃത്തമായി പറയുന്നത്. നായകൻ എങ്ങനെ പണം മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതെല്ലാം കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഒരു 5-6 പാട്ടും 5-6 ഫൈറ്റ് സീനും ആവശ്യത്തിൽ കൂടുതൽ റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട നിരവധി ഫാക്റ്റുകൾ ഈ സിനിമയിലുണ്ട്. സിനിമ ബോക്സ് ഓഫീസിൽ അത്യാവശ്യം ഹിറ്റായെങ്കിൽ പോലും ആരാധകർക്ക് നിരാശപ്പെടുത്തിയിരുന്നു. കാരണം ആരാധകർ എപ്പോഴും ബിസിനസ്സുകാരായിട്ട് ചിന്തിക്കാറില്ല. ബിസിനസ്സുകാരനായിട്ട് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ സിനിമ ഇഷ്ടപ്പെടും. കാരണം അതിനകത്ത് പറയുന്ന പല പോയിന്റുകളും നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. അടുത്ത ചിത്രമാണ് ജെയിംസ് കോക്ക് സംവിധാനം ചെയ്ത ബില്യണേഴ്സ് ബോയ്സ് ക്ലബ്. 1880കളിലെ കഥ പറയുന്ന ചിത്രമാണിത്. ഈ ചിത്രം വമ്പൻ പരാജയമായിരുന്നു. എന്നാൽ പോലും ഷെയർ മാർക്കറ്റുകളിലെ റിസ്കുകളും ഷെയർ മാർക്കറ്റിൽ സംഭവിക്കുന്ന കള്ളത്തരങ്ങളും ഷെയർ മാർക്കറ്റിൽ എങ്ങനെയെല്ലാം നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. സിനിമ ഒരു മൾട്ടി സ്റ്റാർ മൂവിയാണ്. അക്കാലത്തെ സെൻസേഷണൽ ആയിട്ടുള്ള ട്രെൻഡി സ്റ്റാർസ് ആണ് ഈ സിനിമയിൽ അഭിനയിച്ചു വരുന്നത്.
ഒന്നോ രണ്ടോ അല്ല 8-ലധികം നടന്മാരാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്നുമുണ്ട്. എന്നാൽ ആസ്വാദകർക്ക് അത് എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ല. എന്നാൽ പോലും സിനിമ വമ്പൻ പരാജയമാണെങ്കിൽ പോലും നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ വഞ്ചിക്കപ്പെടുകയാണോ എന്നുള്ള കാര്യത്തിലെല്ലാം കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അതെല്ലാം എത്രത്തോളം പോസിബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നാൽ പോലും ഇതിനകത്തെ റിസ്ക് എലമെന്റുകളെ പറ്റി വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു നല്ല സിനിമയാണ് ബില്യണേഴ്സ് ബോയ്സ് ക്ലബ്. അടുത്ത സിനിമയാണ് 2010 റിലീസായ ബാൻ ബാജ ഭാരത്. രൺവീർ സിംഗും അനുഷ്ക ശർമ്മയുമാണ് ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടറിൽ വന്നിരിക്കുന്നത്. അനുഷ്ക ശർമ്മ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും അതിനുവേണ്ടി മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. ആ സമയത്ത് രൺവീർ സിംഗുമായി പരിചയപ്പെടുകയും അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ബിസിനസ് സംരംഭം തുടങ്ങുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഇവർ വേർപിരിഞ്ഞ് 2 ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിരനിരയെ പൊട്ടാൻ തുടങ്ങി. അതിനുശേഷം വലിയൊരു കോടീശ്വരം വന്ന് വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ഇവർക്ക് 2 പേർക്കും ഒരുപോലെ ഏൽപ്പിച്ചു. അതിനുവേണ്ടി 2 പേരും ഒരുപോലെ പരിശ്രമിച്ച് അത് സക്സസിലെത്തിക്കുന്ന ഒരു സിനിമയാണ് ഈ ചിത്രത്തിന്റെ കഥ എന്ന് പറയുന്നത്. അത്തരത്തിൽ നിരവധിയായിട്ട് പൊട്ടിപ്പാളീസാകുന്ന സമയത്തും 2 പേരുടെ ഒരു കോർഡിനേഷനാണ് ബിസിനസ്സിന് വിജയിക്കാൻ ലക്ഷ്യം വെക്കുന്നതെന്നാണ് സിനിമയിൽ പറയുന്നതെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള നിരവധി എലമെന്റ്സുകൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരായ ഓരോ വ്യക്തികളും ഈ സിനിമ തീർച്ചയായിട്ടും കാണണം. ബിസിനസ്സുപരമായി മാത്രമല്ല, നല്ല എന്റർടൈനിങ് കൂടെയാണ് സിനിമ. മാത്രമല്ല ബോളിവുഡ് സിനിമ നമുക്ക് തരുന്ന ഒരു എക്സ്പെക്ടേഷൻ ഈ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുമുണ്ട്. അടുത്ത ചിത്രമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്രാൻസിസ് ഫോർഡ് കപ്പോള സംവിധാനം ചെയ്ത ഗോഡ് ഫാദർ എന്ന ഐക്കോണിക് ഫിലിം. ഗോഡ് ഫാദർ എന്ന സിനിമയ്ക്ക് ഏകദേശം 3 പാർട്ടുകളുണ്ട്. 1, 2, 3 പാർട്ടുകളുണ്ടെങ്കിലും ഇതിനകത്ത് 2ാമത്തെ പാർട്ടാണ് ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ കാണേണ്ടത്. ഗോഡ് ഫാദർ സിനിമയെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നു ലോക സിനിമകളിൽ തന്നെ ഈ അച്ഛൻ മകൻ ഡോണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സിനിമയിൽ പിറന്നത് തന്നെ ഗോഡ് ഫാദറിന്റെ പേരിലാണ്. അതിനുശേഷമാണ് മലയാളത്തിലെ ശോകരാജ്, സാമ്രാജ്യം, ലേലം, വിജയുടെ തലൈവ, നാട്ടുരാജാവ് അങ്ങനെ നിരവധി സിനിമകൾ ഈ ഒരു സിനിമയെ മാത്രം ബേസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ആ ഒരു കഥ തന്നെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ അച്ഛൻ്റെ ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത്. അച്ഛൻ ബിസിനസ്സുകാരനാകുന്നതും അതുവഴി അദ്ദേഹം നിരവധിയായ കൊലപാതകങ്ങളും ബിസിനസ്സുകളും അങ്ങനെ നടന്ന് അദ്ദേഹം ഡോണാകുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ഈ ഒരു സിനിമയെ നിങ്ങൾക്ക് എങ്ങനെ ഒരു കാര്യം സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിപരമായി നിങ്ങളുടെ ശത്രുവിനെ എങ്ങനെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ അതിനുമപ്പുറം ബുദ്ധിപരമായ തന്ത്രങ്ങളിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഈ സിനിമയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓരോ വളർച്ചയിലെ ചവിട്ടുപടി ചവിട്ടുമ്പോഴും നിങ്ങൾ വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഏറ്റവും വലിയ ബോസായി, ഡോണായി നിങ്ങൾ മാറും എന്നുള്ളതാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1, 2, 3 ഉള്ള സിനിമയിൽ 1-നകത്തും 3-നകത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടുള്ള കഥകൾ പറയുമ്പോൾ ഈ സിനിമയിൽ പക്കയായിട്ട് ഒരു ബിസിനസ് ഡോൺ അല്ലെങ്കിൽ ഒരു മോൺസ്റ്റർ വളർത്തിയെടുക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് ഗോഡ് ഫാദർ 2.